ചിങ്ങമാസത്തിലെ വെളുത്തുപക്ഷത്തിലെ ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥി. ഈ ദിവസം രാത്രി ചന്ദ്രനെ കണ്ടാൽ മാനഹാനിയും അപവാദവും സംഭവിക്കും എന്നൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു ശുക്ലപക്ഷ ചതുർത്ഥി ദിനത്തിൽ നാരദൻ കൈലാസത്തിലെത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വിശിഷ്ടമായ ഒരു പഴമുണ്ടായിരുന്നു. നാരദൻ ആ പഴം പരമശിവന് സമ്മാനിച്ചു. വിശിഷ്ടമായ പഴം കിട്ടിയതോടെ പരമേശ്വരൻ ചിന്താകുഴപ്പത്തിലായി. പഴം ആർക്കാണ് നൽകേണ്ടത്? കാർത്തികേയനോ അതോ വിഘ്നേശ്വരനോ? ഭഗവാന്റെ ധർമ്മസങ്കടം കണ്ട പാർവതി അദ്ദേഹത്തോട് പറഞ്ഞു, നാഥ, ഇതിൽ ഇത്രത്തോളം ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മൂത്ത പുത്രനായ സുബ്രഹ്മണ്യനാണ് ഈ വിശിഷ്ട ഫലം കഴിക്കുന്നതിനുള്ള അവകാശമുള്ളത്. അതനുസരിച്ച് പരമേശ്വരൻ നാരദൻ സമ്മാനിച്ച വിശിഷ്ട ഫലം മൂത്തപുത്രനായ കാർത്തികേയന് നൽകി. അതേസമയം തന്നെ ഗണപതിയും അവിടെ എത്തിച്ചേർന്നു. ജ്യേഷ്ഠന്റെ കയ്യിലിരിക്കുന്ന മധുരപഴം കണ്ട ഗണപതിക്ക് കൊതിയടക്കാനായില്ല. അദ്ദേഹം പഴത്തിൽ കൊതിയോടെ നോക്കിയ ശേഷം തനിക്കും പഴം വേണമെന്നാവശ്യപ്പെട്ടു. പരമേശ്വരൻ വിഷമിച്ചുപോയി. പാർവതി ഗണപതിയെ എടുത്ത് മടിത്തട്ടിലിരുത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. മകനെ, നാരദ മഹർഷി നൽകിയതാണ് ഈ ഫലം. ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഉണ്ണി. സുബ്രഹ്മണ്യനല്ലേ ജ്യേഷ്ഠൻ, അവന് കൊടുക്കാൻ അമ്മയാണ് പറഞ്ഞത്. അമ്മയുടെ സാന്ത്വന വാക്കുകൾ കേട്ട് ഒരുവിധം ആശ്വാസം നടിച്ചുകൊണ്ട് ഗണപതി നടന്നു. അപ്പോൾ ആരോ തന്നെ പരിഹസിച്ച് ചിരിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ആരാണത്? വിഘ്നേശ്വരൻ ചുറ്റും നോക്കി. ആകാശത്തത പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്നു ചന്ദ്രഭഗവാൻ. ഹേ ദേവ, താങ്കൾ എന്നെ പരിഹസിക്കുന്നതിൻ്റെ പൊരുൾ എന്താണ്? ഗണപതി ചോദിച്ചു. എങ്ങനെ പരിഹസിക്കാതിരിക്കും? താങ്കളെ വിഡ്ഢിയാക്കാൻ ഉമാമഹേശ്വരന്മാർക്ക് എത്ര വേഗം സാധിച്ചിരിക്കുന്നു. നാരദൻ ഇപ്പോൾ സമ്മാനിച്ച വിശിഷ്ടഫലം പിന്നീടൊരിക്കൽ ലഭിക്കുമെന്ന് കരുതിയ താങ്കൾ ശരിക്കും ഒരു വിഡ്ഢി തന്നെ. ചന്ദ്രൻ വീണ്ടും പരിഹാസച്ചിരി മുഴക്കി. ഗണപതി ക്രുദ്ധനായി മാറി. അദ്ദേഹം ചന്ദ്രഭഗവാന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ശപിച്ചു. ഹേ ചന്ദ്രദേവ, എന്നെ വിഡ്ഢിയെന്ന് വിശേഷിപ്പിച്ച നിന്നെ ഗണപതി പൂജാ ദിനത്തിൽ ആരും പൂജിക്കാതെ പോകട്ടെ. അന്ന് നിന്നെ കാണുന്നവർക്ക് മാനഹാനിയും അപമാനവും ഏൽക്കേണ്ടി വരട്ടെ. അങ്ങനെയാണ് വിനായക ചതുർത്ഥി ദിനത്തിൽ രാത്രി ചന്ദ്രനെ കണ്ടാൽ മാനഹാനിയും അപവാദവും സംഭവിക്കും എന്നൊരു വിശ്വാസമുണ്ടായത്.